നമസ്തേ. ലോകം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് പഴയ കാലമൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ മുതിർന്നവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നും ആ മുതിർന്നവരിൽ പലരും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അവരും നമ്മളും ഇപ്പം ഒരുമിച്ച് പറയുകയാണ്, പണ്ടുള്ളതുപോലൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വലിയതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ ലോകം ഒരു ന്യൂ എറയിലേക്ക്, ഒരു ന്യൂ ഏജിലേക്ക് പ്രവേശിക്കുകയാണോ എന്നുള്ളത്. ഇപ്പോഴും നമ്മൾ ആത്മീയത നമ്മുടെ ഒപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഈ ആധുനിക കാലത്ത് ആത്മീയത ഇല്ലാതാകുമെന്ന് ചിന്തിച്ച അവസ്ഥയിൽ പോലും അതിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. ഈവൻ മതത്തിനെ വിട്ടിട്ട് പോലും ആത്മീയതയിലൂടെ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സോ നമ്മളൊരു നവയുഗ ആത്മീയത അല്ലെങ്കിൽ ഒരു നവലോകത്തേക്ക്, ഒരു ന്യൂ ഏജിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് ലോകം മുഴുവൻ കാണുന്നതായിട്ടുള്ള ഈ മാറ്റങ്ങൾ. ജനങ്ങൾ പഴയതായിട്ടുള്ള കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിനെ റിഫോം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു, മാറ്റങ്ങൾ വേണമെന്ന് പറയുന്നു, പുതിയതായിട്ടുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ എത്രത്തോളം മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ChatGPT നമ്മൾ ഉപയോഗിച്ചു, പിന്നീട് പല രീതിയിലുള്ള അതുപോലെയുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ ഓട്ടോമേറ്റഡ് AI ഏജൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് പല സ്ഥാപനങ്ങളിലും 100 പേർ വർക്ക് ചെയ്തെടുത്ത് 10 പേര് പോലും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. 100 പേരുടെ പണിയൊക്കെ ഒറ്റയാൾക്ക് സിമ്പിളായിട്ട് അതിനേക്കാൾ കുറഞ്ഞ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് 2 or 3 പേർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പൈസ അതിന് വേണ്ടി മുടക്കിക്കൊണ്ടിരുന്നൊരു മുതലാളി AI ടൂൾസ് പഠിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 5 or 10 മിനിറ്റിൽ ഇഷ്ടം പോലെ ഏത് രീതിയിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമ്മളിന്ന് ഫുട്ബോൾ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതുപോലെയുള്ള ഫ്ലെക്സുകളല്ല നമ്മൾ ഇന്ന് കാണുന്നത്. ബിക്കോസ് AIയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് അവിടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ ജോലി മാറി മനുഷ്യൻ കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും കൂടുതൽ ഉന്നതമായിട്ടുള്ള നിലവാരത്തിലുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള, അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. AI മാത്രമല്ല, റോബോട്ടിക്സ് ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ എനർജി എന്ന് പറയുന്ന ആ ഒരു സെക്ടറിൽ വരെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഊർജ്ജം നമ്മളെ എപ്പോഴും പ്രതിസന്ധിയിലാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില കൂടും. അതുപോലെ തന്നെ നമുക്ക് ഇന്നും പവർ കട്ടുകൾ നമുക്ക് അനിവാര്യമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഗ്രീൻ എനർജി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സോളാർ എനർജിയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളത്, അതിൻ്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടികൾക്ക് പകരം നമ്മൾ ഇന്ന് ഇലക്ട്രിക് കാറുകൾ ലോകത്ത് നമ്മുടെ നിരത്തുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ മിക്സ് ചെയ്തതായിട്ടുള്ള ഒരു ലോകമാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ സയന്റിഫിക് എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സയന്റിഫിക്? നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് പോകണമെന്നുള്ളതാണ്. നമുക്ക് ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളതിനോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയായിട്ട് മാറും എന്നുള്ളതാണ്. അത് ഓൾറെഡി അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ മഴ കുറവാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. മഴ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 44 നദികളും നമുക്ക് ചിലപ്പം വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രകൃതിയും കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഇന്ന് വിവര വിജ്ഞാന വിപ്ലവത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയും അല്ലാത്ത മീഡിയയും എല്ലാത്തിലെയും കൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നത് ഒരു സാഗരം പോലുള്ള അറിവുകൾ നമ്മുടെ വിരലിൻ്റെ തുമ്പിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയാണ്. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സത്യം കണ്ടെത്താനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള പല ധാരണകളെയും മാറ്റിമറിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ആഗോള പ്രതിസന്ധികൾ മനുഷ്യനെ പുതിയ ചിന്തയിലേക്കും സഹകരണത്തിലേക്കും നയിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള ബോധ വളർച്ചയും അതുപോലെ തന്നെ കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വവും ഒരു അനിവാര്യതയായിട്ട് മാറുകയാണ്. സോ നമ്മൾ ഏവരും ബോധ വികസനത്തിലൂടെ ശാസ്ത്രത്തിനെയും പ്രകൃതിയെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ആത്മീയതയെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് മനുഷ്യൻ അടുത്ത പരിണാമത്തിൻ്റെ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ആരംഭ ദശകത്തിലുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലോകം വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ കേട്ടതായിട്ടുള്ള മാറ്റമല്ല, അതിനേക്കാളും ഒക്കെ വിപ്ലവകരമായിട്ടുള്ള ഒരു എറയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് എന്ന് പങ്കുവെച്ചുകൊണ്ട് ഞാൻ വീണ്ടും നമുക്ക് കാണാം. തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി തന്നെ നമസ്തേ.